ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കെമാറ്റ് എക്സാം വളരെ അടുത്തുകൊണ്ടിരിക്കുന്നു. ഏകദേശം 1 വീക്കാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇപ്പോൾ എക്സാമിൻ്റെ ഡേറ്റ് അനൗൺസ് ആയിട്ടുണ്ട്. എക്സാമിൻ്റെ ഹാൾ ടിക്കറ്റിനെ പറ്റി ആൾക്കാർ ചോദിക്കുന്നുണ്ട്, എപ്പോഴാണ് ഹാൾ ടിക്കറ്റ് കിട്ടുക, എക്സാം സെൻറ്റർ എങ്ങനെയാണ് അറിയുക, അതുപോലെ തന്നെ കെമാറ്റ് ട്രെയിനിങ് എങ്ങനെയാണ്, കെമാറ്റ് ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്, മോക്ക് ടെസ്റ്റുകളൊക്കെ എങ്ങനെയാണ് അസസ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വിശദമായിട്ട് കെമാറ്റ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഒപ്പം തന്നെ കെമാറ്റ് എക്സാമിൻ്റെ പാറ്റേണും എക്സാമിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ പറ്റി നമ്മൾ സംസാരിക്കുന്നു. വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക. എക്സാം എഴുതുന്ന, എക്സാമിന് രജിസ്റ്റർ ചെയ്ത എല്ലാവർക്കുമായിട്ട് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. ഒപ്പം തന്നെ നിങ്ങളുടെ ചില കോമൺ ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുന്നു. ചില വിദ്യാർത്ഥികൾ ചോദിക്കുന്നു, നമുക്ക് ഈ എക്സാമിൻ്റെ വാലിഡിറ്റി എത്രത്തോളമുണ്ട്. ചില വിദ്യാർത്ഥികൾ ചോദിക്കുന്നു, ഈ എക്സാമും 2 എക്സാം എഴുതിയിട്ടുണ്ട്, ഫസ്റ്റും സെക്കൻഡും എഴുതിയിട്ടുണ്ട്, അപ്പോൾ ഏതിൻ്റെ സ്കോറാണ് കൂടുതൽ പരിഗണിക്കുക. അപ്പോൾ നിങ്ങളുടെ കോമൺ ആയിട്ടുള്ള ചില ചോദ്യങ്ങളും നമ്മളിവിടെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുന്നു. മുഴുവൻ വീഡിയോയും വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. സോ എക്സാം ഡേറ്റ്, അപ്പം കുറേ ദിവസത്തിന് വെയിറ്റ് ശേഷം എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. അത് ഓൾറെഡി കുറച്ച് ദിവസമായി വന്നത്. ഞാൻ ഓൾറെഡി അത് പലരോടും കമൻറ്റിലൊക്കെ ചോദിച്ച ആൾക്കാരോടൊക്കെ പറഞ്ഞിരുന്നു. 31 മെയ് ആണ് എക്സാം ഡേറ്റ് നിലവിൽ അനൗൺസ് ചെയ്തേക്കുന്നത്. ഓൾറെഡി വെബ്സൈറ്റിൽ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. എക്സാം ഡേറ്റ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് നോട്ടിഫിക്കേഷൻ ഇല്ല, പക്ഷേ കറക്ഷൻ വിൻഡോ വന്ന കൂടെ തന്നെ അതിൻ്റെ ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എക്സാം ഡേറ്റ് 31 മെയ് ആയിട്ടാണ് അതിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഡേറ്റ് തന്നെ എക്സാം നടക്കാനായിട്ടാണ് സാധ്യത. 31 മെയ് ഒരു സൺഡേ ആണ്. അപ്പം അതുകൊണ്ട് സാധാരണ ഷെഡ്യൂൾ അനുസരിച്ച് തന്നെ നോർമലി പോകാനാണെങ്കിൽ സാധ്യത. അപ്പോൾ 31 മെയ്യിലാണ് എക്സാം ഉള്ളത് എന്ന് നിലവിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, അത് ഓർത്തിരിക്കുക. മറ്റൊരു കാര്യം, ഒരുപാട് ആളുകൾ ചോദിക്കുന്നു, നമ്മുടെ കെമാറ്റ് ട്രെയിനിങ് മോക്ക് ടെസ്റ്റുകളെ പറ്റി ചോദിക്കുന്നു. കെമാറ്റ് പ്രൊപ്രൈറ്ററി വീഡിയോസുകളും എസ്പെഷ്യലി മെമ്പേഴ്സ് ഓൺലി സെഗ്മെന്റ് വീഡിയോസുകളും കെമാറ്റ് ട്രെയിനിങ് നമ്മൾ തുടങ്ങിയിട്ട് ഏകദേശം 1 മാസത്തോളമായി നിരവധി വീഡിയോസുകൾ നമുക്ക് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും. ജനറൽ നോളജുമായി ബന്ധപ്പെട്ടുള്ള മന്ത്ലി സീരീസുള്ള ഓരോ ഡിഫറെന്റ് മന്ത്ലി സീരീസിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ അഡ്രസ് ചെയ്യുന്നുണ്ട്. ഒപ്പം നമ്മൾ ഇംഗ്ലീഷിൻ്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്തു. മാത്സിൻ്റെയും ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ വീഡിയോസുകൾ വരും ദിവസങ്ങളിൽ, മോക്ക് ടെസ്റ്റുകൾ വരും ദിവസങ്ങളിൽ അസസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഇൻഡെപ്ത് വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് അസസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് MBA ക്ലൗഡിൻ്റെ കെമാറ്റ് ട്രെയിനിങ് വീഡിയോസ് അസസ് ചെയ്യുക എന്നുള്ളതാണ് ബ്രീഫായിട്ട് പറയാൻ ശ്രമിക്കുന്നത്. നമ്മുടെ എല്ലാവരും സബ്സ്ക്രിപ്ഷൻ ബട്ടൺ, നിങ്ങളെല്ലാം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക, നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക. അതിനുശേഷം നിങ്ങൾ തൊട്ടടുത്ത് തന്നെ ഉള്ള ഒരു ജോയിൻ എന്ന് പറയുന്ന ഓപ്ഷൻ ബട്ടൺ കാണാൻ സാധിക്കും. ഈ ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ കെമാറ്റ് ട്രെയിനിങ്ങിലേക്ക് നിങ്ങൾ ലീഡ് ചെയ്യുന്ന ലിങ്കിലേക്ക് എത്തും. ഇവിടെ വരുവാണെങ്കിൽ യൂട്യൂബിന് 2 പാക്കേജസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഇതിൽ ഫസ്റ്റ് പാക്കേജ് അല്ല നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്, സെക്കൻഡ് പാക്കേജ്, അതായത് 179 പാക്കേജാണ് ചൂസ് ചെയ്യേണ്ടത്. നിങ്ങൾ ആരെങ്കിലും ഫസ്റ്റ് പാക്കേജ് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് കെമാറ്റിന് വേണ്ടിയുള്ള വീഡിയോസുകൾ കാണാൻ സാധിക്കത്തില്ല. അവിടെ GD ഇന്റർവ്യൂ പ്രൊപ്രൈറ്ററി വീഡിയോസുകൾ മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ. GDയുടെയും ഇന്റർവ്യൂവിൻ്റെയും ഏതാനും വീഡിയോസ് മാത്രമേ ഈ ഒരു പാക്കേജിലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഈ ഒരു പാക്കേജ് അറിയാണ്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ അപ്ഗ്രേഡ്, ബാക്കിയുള്ള ബാലൻസ് എമൗണ്ട് പേ ചെയ്ത് അത് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ടു 179 ഹയർ പാക്കേജിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സെക്കൻഡ് കെമാറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വീഡിയോസുകളും മോക്ക് ടെസ്റ്റുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സൊല്യൂഷൻസ് കാണാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതുവരെ മെമ്പർഷിപ്പ് എടുക്കാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് സ്ട്രൈറ്റ് അവേ കൺഫ്യൂഷൻ വേണ്ട, 179 rupees പേ ചെയ്യുക. നിങ്ങൾക്ക് പെർ മന്ത് 1 മാസം ഒന്നുമില്ല. അപ്പം നിങ്ങൾക്ക് എക്സാം കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് അത് പിന്നെ തുറന്ന് അങ്ങനെ ഉപയോഗിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ 179 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു ട്രെയിനിങ്ങിൻ്റെ കംപ്ലീറ്റ് ഒരാഴ്ചത്തേക്കുള്ള ഓൾറെഡി 20-30 വീഡിയോസ് അതിനകത്തുണ്ട്. അത് കൂടാണ്ട് തന്നെ എക്സ്ക്ലൂസീവ് വീഡിയോസ് ഉണ്ട്. ജനറൽ വീഡിയോസ് അല്ലാണ്ട് എക്സ്ക്ലൂസീവ് വീഡിയോസുകൾ അതിൽ ഉണ്ട്. 30 വീഡിയോസ് ഉണ്ട്. കൂടാണ്ട് വരും ദിവസങ്ങളിൽ തന്നെ കൂടുതൽ മോർ വീഡിയോസ്, ഡെയിലി 2-3 വീഡിയോസോളം നിങ്ങൾക്ക് അസസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ദാറ്റ് ഈസ് ദ കെമാറ്റ് ട്രെയിനിങ് പ്ലാൻ. സോ ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പേയ്മെൻറ്റ് ഓപ്ഷൻ കാണാൻ സാധിക്കും. നമുക്ക് പലതരത്തിലുള്ള പേയ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കാൻ UPI പേയ്മെൻ്റ് ഒക്കെ ചെയ്യാം. അപ്പോൾ ഓർത്തിരിക്കുക, നിങ്ങൾ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ പേരിനൊപ്പം തന്നെ ഒരു ബ്ലൂ സ്റ്റാർ വരാം. അങ്ങനെ ആണ് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് സാധിക്കുക. അതിൽ മെമ്പർഷിപ്പ് എടുത്തൊന്ന് കൺഫേം ചെയ്യാൻ പറ്റുക. അഗെയിൻ നിങ്ങൾക്ക് എന്തെങ്കിലും മെമ്പർഷിപ്പ് എടുക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ പേജിൽ MBA ക്ലൗഡിലേക്ക് നിങ്ങൾക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കാൻ ശ്രമിക്കും. ഞങ്ങൾ ടീം അത് നിങ്ങളെ റെക്ടിഫൈ ചെയ്യാനും സൊല്യൂഷൻ തരാനും ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, സോ വി വിൽ കണ്ടിന്യൂ വിത്ത് ദ പാർട്ട്. അഗെയിൻ ഹാൾ ടിക്കറ്റ് എന്നൊരു ചോദിക്കുന്നുണ്ട്. ഹാൾ ടിക്കറ്റ് സാധാരണ 4-5 ദിവസം മുമ്പായിട്ട് വരാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു മൺഡേ ട്യൂസ്ഡേ ഈവൻ നാളെ വേണമെങ്കിലും വരാം. മൺഡേ ട്യൂസ്ഡേയോ എന്തായാലും 2 ദിവസത്തിനുള്ളിൽ ഹാൾ ടിക്കറ്റ് വരും. ഹാൾ ടിക്കറ്റ് നിങ്ങൾക്ക് എക്സാം സെൻറ്റേഴ്സ് ഉണ്ടായിരിക്കും. എല്ലാ ജില്ലകളിലും എക്സാം സെൻറ്റർ ഉണ്ടാറുണ്ട് സാധാരണ. അപ്പോൾ നിങ്ങളുടെ ഹോം ഡിസ്ട്രിക്റ്റിൽ നിങ്ങൾക്ക് സെൻറ്റർ കിട്ടാനാണ് സാധ്യത വളരെ കൂടുതൽ. അങ്ങനെ കിട്ടാറുണ്ട് സാധാരണഗതിയിൽ. ഏതെങ്കിലും കോളേജുകളോ അല്ലെങ്കിൽ
കമ്പ്യൂട്ടർ സെൻറ്റേഴ്സിലൊക്കെ ആയിരിക്കും എക്സാം. മോസ്റ്റ്ലി കോളേജസിലൊക്കെ ആയിരിക്കും, അതിന് ഡിഫറെൻറ്റ് കോളേജസിലായിരിക്കും എക്സാം നടക്കുന്നത്. കോളേജിലെ കമ്പ്യൂട്ടർ സെൻറ്റേഴ്സിലൊക്കെ ആയിട്ടായിരിക്കും ഈ പറയുന്ന ഓൺലൈൻ ബേസ്ഡ് ആയിട്ടുള്ള, ഓൺലൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കമ്പ്യൂട്ടർ സെൻറ്ററിൽ പോയി അറ്റൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സാം സെൻറ്ററിൽ പോയി അറ്റൻഡ് ചെയ്ത എക്സാം ആയിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുക. ഒരു 3 hour എക്സാമാണ് കെമാറ്റ് ഓർത്തിരിക്കുക. ഓൺലൈൻ എക്സാമാണ്, 3 hour എക്സാമാണ്. 3 hour എക്സാം ആണെങ്കിലും അതിന് 1 മണിക്കൂർ 1.5 മണിക്കൂർ മുമ്പായിട്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. റിപ്പോർട്ടിംഗ് രീതികളൊക്കെ വരും ദിവസങ്ങളിൽ വെബ്സൈറ്റ് നോട്ടിഫിക്കേഷൻ ഇടുന്നതായിരിക്കും. അപ്പം നമ്മൾ അത് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം കെമാറ്റിന് നെഗറ്റീവ് മാർക്ക് ഉണ്ടെന്ന് ഓർത്തിരിക്കുക. +4 ആണ് കെമാറ്റിന്റെ സ്കോറിംഗ് പാറ്റേൺ. നിങ്ങൾക്ക് ശരിയായ ഉത്തരം എഴുതിയാൽ +4 കിട്ടും. ഉത്തരം തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ -1, നിങ്ങൾ ഒരു മാർക്ക് കുറയ്ക്കുന്നു, ഓരോ മാർക്ക് വെച്ച് കുറയ്ക്കുന്നു എന്നുള്ളതും ഓർത്തിരിക്കുക. സോ ദിസ് ഇസ് എ സിമ്പിൾ പാറ്റേൺ. അപ്പോൾ ഈ ഒരു പാറ്റേൺ ഓർത്തിരിക്കുക. അപ്പം ശരി ഉത്തരം എഴുതിയാൽ 4 മാർക്ക്, തെറ്റായ ഉത്തരം -1. ഇതാണ് എക്സാമിന്റെ സ്കോറിംഗ് പാറ്റേൺ. ഹാൾ ടിക്കറ്റ് വരും ദിവസങ്ങളിൽ തന്നെ വരും. അപ്പം അഗെയിൻ എക്സാം സെന്റേഴ്സും ഹാൾ ടിക്കറ്റ് വഴി നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ബേസിക് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഹാൾ ടിക്കറ്റിൽ കൊടുത്തിട്ടുണ്ടാവും. അത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് വായിക്കുക. എന്തൊക്കെയാണ് എക്സാം ഹാളിൽ കൊണ്ടുപോകാൻ പറ്റുക, എന്നോ കൊണ്ടുപോകാൻ പാടില്ലാത്ത. യൂഷ്വലി എക്സാം ഹാളിലേക്ക് കാൽക്കുലേറ്റേഴ്സ്, മൊബൈൽ ഫോൺ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പെർമിറ്റഡ് അല്ല. നിങ്ങൾക്കൊരു റൈറ്റിംഗ് മെറ്റീരിയൽ ആയിട്ട് ഒരു പെൻസിലോ പേനയോ കൊണ്ടുപോകാൻ സാധിക്കും. അവിടെ എഴുതാനുള്ള മെറ്റീരിയൽസ്, ഒരു പേപ്പർ റെഫർ ചെയ്യാനുള്ള പേപ്പർ സാധാരണ അവിടെ തരാറാണ് പതിവ്. കാൽക്കുലേറ്റേഴ്സ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഫണ്ടമെന്റൽ ആയിട്ടുള്ള എക്സാമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. നൗ അപ്പോൾ ചില ആളുകൾ ചോദിക്കുന്നു, ഫസ്റ്റ് സെക്ഷൻ എഴുതിയിട്ടുണ്ട്, സെക്കൻഡ് സെക്ഷൻ എഴുതാൻ പോകുന്നു, ഏതിന്റെ സ്കോറാണ് കൺസിഡർ ചെയ്യുന്നത്? അപ്പോൾ ഇവിടെ സിമ്പിൾ ലോജിക് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് സെഷൻ വെച്ച് തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ അഡ്മിഷൻ എടുക്കാത്തതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് സെഷൻ സ്കോർ, ഒരു മെജോറിറ്റി കോളേജുകളിലും കെമാറ്റിന്റെ സ്കോർ അത്ര വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമല്ല. ചില അപൂർവം കോളേജുകളിലൊക്കെ ചില സ്കോർ ബേസിസ് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് എന്ന് മാത്രം. സ്കോറിനേക്കാൾ ഉപരി നിങ്ങൾ ക്വാളിഫൈഡ് ആയോ ഇല്ലയോ എന്നാണ് പൊതുവെ ചെക്ക് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്കോർ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് ഒരുപാട് വലിയ സാധ്യതകൾ ഇതിനകത്ത് ഇല്ല എന്ന് മനസ്സിലാക്കിയിരിക്കുക. ചില ടോപ്പ് റാങ്ക് കോളേജുകളായ കുസാറ്റ് പോലത്തെ കോളേജുകളൊക്കെ യൂഷ്വലി ഫസ്റ്റ് കെമാറ്റ് എക്സാമിൽ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ടോപ്പ് സ്കോർ അപ്ഗ്രേഡ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ സ്കോർ വെച്ച് നിങ്ങൾക്ക് മറ്റു കോളേജുകളിൽ അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് സെക്ഷന് നിങ്ങൾക്ക് അത്യാവശ്യം ഡീസൻ്റായ സ്കോർ ഉണ്ടെങ്കിൽ ഇപ്പോഴും ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുള്ള പല കോളേജുകളുണ്ട്. അതിനെപ്പറ്റി ഇനിയും സെക്കൻഡ് കെമാറ്റിന് ശേഷം, സെക്കൻഡ് കെമാറ്റിലൂടെ അഡ്മിഷൻ എടുക്കുന്ന കോളേജുകളെ നമുക്ക് മറ്റൊരു വീഡിയോ പരിചയപ്പെടുത്തുകയും ചെയ്യാം. അപ്പം ഇതാണ് സ്കോറുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. സ്കോർ അപ്ഗ്രേഡ് ചെയ്തതിന് കുഴപ്പമില്ല. നിങ്ങൾ ഹയർ സ്കോർ വെച്ച് നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. ഫസ്റ്റ് കെമാറ്റിന്റെ സ്കോർ സെക്കൻഡ് കെമാറ്റിന്റെ സ്കോർ എന്നുള്ള കമ്പാരിസൺ വരുന്നില്ല. നിങ്ങൾക്ക് കിട്ടിയ ഹയർ സ്കോർ വെച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അത്ര മാത്രമേ അത് പറയാനായിട്ടുള്ളൂ. ഇനി ഇതിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്, ഈ ഒരു എക്സാം എഴുതുന്നതിന്റെ വാലിഡിറ്റി 2026 അഡ്മിഷൻ വേണ്ടി മാത്രമാണ് ഓർത്തിരിക്കുക. 2026 അഡ്മിഷൻ വേണ്ടി മാത്രമാണ് ഓർത്തിരിക്കുക. 2027 അഡ്മിഷനിലേക്ക് ഇല്ല. 1 year വാലിഡിറ്റി ഒന്നുമില്ല. അങ്ങനെ 1 year ആയിട്ടുള്ള 365 ദിവസത്തെ വാലിഡിറ്റി ഒന്നും കണക്കില്ല. 2026 അഡ്മിഷൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. 2026 അഡ്മിഷൻ എപ്പം ക്ലോസ് ചെയ്യുന്നു അതോടെ ഇതിന്റെ വാലിഡിറ്റി അവസാനിക്കുന്നു. ഇത്രയുമാണ് ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ സംസാരിക്കാണ്ട്. മറ്റെന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മളോട് ചോദിക്കാം. വീണ്ടും നമ്മുടെ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ അതെടുക്കാനായിട്ട് നിങ്ങളെ ഒരിക്കൽ കൂടി റിമൈൻഡ് ചെയ്യുന്നു. So KEMAT training option, you can take using by membership option here, right here. So we will meet video. Till then, all of you take care. Stay safe. Bye bye.